ഇന്ന് നമ്മുടെ ഉച്ചഭക്ഷണം സത്യത്തിൽ മഴയൊക്കെ ആയിട്ട് നേരത്തെ തന്നെ അങ്ങ് കാലമാക്കി. ചോറും പിന്നെ മാമ്പഴപ്പുളിശ്ശേരി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ് മാമ്പഴപ്പുളിശ്ശേരി. നിങ്ങൾ വിചാരിക്കും ടീച്ചർക്ക് എന്നും മാമ്പഴപ്പുളിശ്ശേരിയാണോ? അതെ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മാമ്പഴപ്പുളിശ്ശേരി. അതും നാട്ടുമാങ്ങ തന്നെ കിട്ടിയാൽ വളരെ ഇഷ്ടം. നാട്ടുമാങ്ങ തോലുരിച്ച് ചട്ടിയിലോട്ടിട്ട് ഉപ്പും ഇത്തിരി വെള്ളവും, വളരെ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളവും, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി ഒരു അര സ്പൂണ്, 4 പച്ചമുളക്, ലേശം കുരുമുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് അടുപ്പത്തോട്ട് വെച്ച് നമ്മൾ അതങ്ങനെ തിളച്ച് വേഗണം അവിടെ കിടന്ന്. നല്ല വേവുണ്ട് പഴുത്ത മാങ്ങയ്ക്ക് കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് വെന്ത് കുറുകി വരണം. ഈ വെന്ത് കുറുകി വരുമ്പോൾ ഒരു ലേശം ഒരു അച്ചെന്ന് പറയും, വെല്ലത്തിൻ്റെ അച്ച്, അരയച്ച് വെല്ലം ഇതിലേക്ക് ഇടണം. പിന്നെ ആ വെല്ലത്തിൽ കിടന്നതൊന്ന് കുറുകി വറ്റണം. കുറുകി വറ്റുമ്പോൾ നമ്മൾ തൈര്, ഈ തൈരിൽ ഒരു മൂടി നാളികേരവും ഇത്തിരി ജീരകവും നന്നായിട്ട് മഷി പോലെ അരച്ച് ഈ തൈരിലാണ് അരയ്ക്കേണ്ടത് കേട്ടോ. അരച്ച് ഈ വെല്ലത്തിൽ കിടന്ന് കുറുകുന്ന മാങ്ങയിലേക്ക് ഒഴിക്കണം. ഒഴിച്ചിട്ട് ചെറു ചൂടയാകാവൂ, തിളയ്ക്കരുത്, ചെറിയ ചൂട് വരണം. അപ്പോൾ നമ്മൾ അതിലേക്ക് 2 വറ്റൽമുളക്, ഉലുവ, കടുക്, ഇത്തിരി ഉലുവാപ്പൊടി, ഉലുവയുടെ കൂടി ലേശം പൊടി, ആവശ്യാനുസരണമുള്ള കറിവേപ്പില, അതുമിട്ട് താളിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിക്കണം. ഇത് 4 മാങ്ങയാണ് കറി വെച്ചത്. ഒന്ന് മാഷ് കഴിച്ചപ്പോൾ എടുത്തു, ഒന്ന് ഞാനും എടുത്തു. ഇന്നത്തെ മാമ്പഴപ്പുളിശ്ശേരി ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടെ ഉള്ള ഒരു മെഴുക്കുപുരട്ടി, ഒരു തക്കാളി കുറുക്കിയെടുത്ത ഒരു കൂട്ടാനും, നെല്ലിക്ക ചമ്മന്തിയുമാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ. ഇന്നത്തെ ഉച്ചയൂണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ നിങ്ങളുടെ ഇഷ്ടം എന്നെ അറിയിക്കുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം. നിങ്ങളൊക്കെ വരൂ എന്നോടൊപ്പം ഉണ്ണാൻ. അപ്പോൾ പുളിശ്ശേരി ഇങ്ങനെ തന്നെയാണ് നിങ്ങളൊക്കെ വയ്ക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഇന്ന് വെച്ചതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എനിക്ക് 365 ദിവസവും മാമ്പഴപ്പുളിശ്ശേരി കിട്ടിയ അത്രയും ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ ഇനി എനിക്ക് ഒന്നും വേണമെന്നില്ല, ഇത് മാത്രം കൂട്ടി ചോറുന്നു. ഇതിന് നല്ല കോമ്പിനേഷനാണ് വഴുതനങ്ങ മെഴുക്ക് വരട്ടി കേട്ടോ. വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടെ. ഉരുളക്കിഴങ്ങ് തോരിയെത്തി ചെറുതായിട്ട് കഴുകി വാരി ചെറുതായിട്ട്, ഒരുപാട് ചെറുതല്ല എന്നാൽ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേകണം. വെന്ത് കഴിയുമ്പോൾ, വെന്തതിന് ശേഷമാണ് നമ്മൾ ഈ വഴുതനങ്ങ അതിലേക്ക് അരിഞ്ഞത് വാരിയിടുന്നത്. ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതിനകത്തുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി താളിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ വഴുതനങ്ങ വാരിയിടണം. അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്കാണ് നമ്മൾ ഈ വഴുതനങ്ങ വാരിയിടുന്നത്. വെന്ത് കിടക്കുന്ന ഉരുളക്കിഴങ്ങ് നല്ലൊരു കോമ്പിനേഷനാണ്. നോർത്ത് ഇന്ത്യൻസിനൊക്കെ അവർ ചപ്പാത്തിക്ക് പോലും ഇതാ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് കേൾക്കാം. കാരണം നോർത്ത് ഇന്ത്യൻസ് ഒരു ഫാമിലി ഇവിടെ ഒരു 3-4 കൊല്ലം മുമ്പ് വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതാണ്. അങ്ങനെയാണ് ഞാനിത് വയ്ക്കാൻ പഠിച്ചത്. അപ്പോൾ ചോറ്, മാമ്പഴപ്പുളിശ്ശേരി, ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടെ കൂട്ടാൻ ഈ മാമ്പഴം കണ്ടോ. ഇതാണ് പുളിശ്ശേരിക്ക് പറ്റിയ മാമ്പഴം കേട്ടോ. ഇത് തന്നെയാണ് പുളിശ്ശേരിക്ക് പറ്റിയ മാമ്പഴം. ഇത് നമുക്ക് ഒരു സുഹൃത്ത്
കൊണ്ടു തന്നാണ് കേട്ടോ. നിറയുണ്ട്, ഈ സഞ്ചി നിറയുണ്ട്. അതിൽ നിന്നൊരു 4 എടുത്തതാണ്. പിന്നെ ഇന്ന് പൊതുവായിട്ട് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം നമ്മൾ ദിവസവും കേൾക്കുന്ന സങ്കടകരമായ വാർത്തകൾ തന്നെ. നമ്മുടെ കുട്ടികൾ, മൊത്തത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഞാൻ കുട്ടികൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ വീടുകളിൽ സുരക്ഷിതരല്ല, ഒട്ടും സുരക്ഷിതരല്ല. ആൺകുട്ടികൾക്കും സംഭവിക്കുന്നുണ്ട് ബുദ്ധിമുട്ടുകൾ. പക്ഷേ കൊച്ചു കൊച്ചു കുട്ടികൾ വീടിനകത്ത് ബന്ധുക്കൾ തന്നെ, രക്തബന്ധമുള്ളവർ തന്നെ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊല്ലുന്നു. അല്ലെ ആ പീഡനത്തിൻ്റെ വ്യഥ കൊണ്ട് മാതാവ് കുഞ്ഞിനെ കൊണ്ട് ഇനി ഇവൾ ജീവിക്കണ്ട, ഇങ്ങനെ അനുഭവിച്ചതിന് ശേഷം, പീഡിതയായതിനു ശേഷം കുഞ്ഞിനെ കൊണ്ട് ആറ്റിലെറിഞ്ഞ് കൊന്ന കഥ നമ്മൾ കേട്ടല്ലോ. അപ്പോൾ അമ്മയും കൂടെ അതിൻ്റെ കൂട്ടം അങ്ങ് പോയാൽ തിരക്കിടില്ലായിരുന്നു. ഇതിനൊക്കെ കാരണം ഞാൻ പറയാം, മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് മാതാവിൻ്റെ ശ്രദ്ധക്കുറവ്. നമ്മൾ ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ട് കുട്ടിക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങൾ സംഭവിച്ചാൽ ഇതിനെ കുഞ്ഞിനെ കൊന്നുകളയുന്നേ? അതിനെ സംരക്ഷിച്ച് വളർത്തിക്കൂടെ? ഇനി മേലിലോട്ട് അങ്ങോട്ട് ഒന്നും കുഴപ്പങ്ങൾ ഉണ്ടാകാതെ അതിനെ ശ്രദ്ധിക്കണ്ടേ, സൂക്ഷിക്കണ്ടേ? അപ്പോൾ മാതാപിതാക്കളുടെ, വേണ്ടപ്പെട്ടവരുടെ, പ്രത്യേകിച്ച് ഞാൻ പറയാമല്ലോ, നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ എത്ര അടുത്ത ബന്ധുവായാലും നമ്മുടെ പ്രസൻസിലല്ലാതെ അവരെ എവിടേക്കും വിടരുത്. പിന്നെ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പാർട്ടും കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തണം. പെൺകുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെ, പക്ഷേ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ബാഡ് ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ശരിയല്ല എന്നുള്ള കുട്ടിക്കാലത്തെ പഠിപ്പിച്ചു കൊടുക്കണം. സ്കൂളുകളിലൊന്നും ഇതൊന്നും ഇല്ലിപ്പം. പണ്ടൊക്കെ ഞങ്ങളൊക്കെയാണ് ക്ലാസ്സിൽ കുട്ടികളോട് ഞാനൊരു 5 മിനിറ്റ് എടുത്ത് കുഞ്ഞുങ്ങളോട്, പെൺകുട്ടികളോട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റുകയില്ല, ചീത്ത പറയാൻ പറ്റുകയില്ല, ഉപദേശിക്കാൻ പറ്റില്ലാത്തൊരു കാലഘട്ടം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്നാ വെച്ചാൽ, ഞാൻ ദീർഘിപ്പിക്കുന്നൊന്നുമില്ല, അമ്മയുടെ ശ്രദ്ധ എപ്പോഴും കുട്ടികളിലുണ്ടായിരിക്കണം. കുടുംബങ്ങളിൽ ശ്രദ്ധക്കുറവുണ്ട്, അല്ലെ കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒക്കെ തട്ടലും മുട്ടലും ബഹളങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് പലയിടത്തും. ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടിയാണെന്ന് വെച്ചിട്ട് അമ്മ ആ കുഞ്ഞിനെ രക്ഷിക്കണം, അമ്മ കുഞ്ഞിനെ വളർത്തിയെടുക്കണം. ഇത് ഇവർ രണ്ടും കൂടെ അടിപിടി കൂടുന്നതിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുമുണ്ട്. ഭർത്താക്കന്മാർ തമ്മിലുള്ള കുടുംബ കലഹത്തിൽ ഈ കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മുടെ ചിറകിനുള്ളിൽ തന്നെ, അമ്മയുടെ ചിറകിനുള്ളിൽ തന്നെ ഉണ്ടാകണം. അമ്മമാരുടെ ശ്രദ്ധക്കുറവ് പിന്നെ അല്ലാതെ ഉണ്ട്. അമ്മമാരെത്ര ശ്രദ്ധിച്ചാലും ചില സന്ദർഭങ്ങളിൽ അബദ്ധങ്ങൾ പറ്റുന്നു. എങ്കിൽ പോലും 99% മാതാവിൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് പെൺകുഞ്ഞുങ്ങൾ വഴിവിട്ട കാര്യങ്ങളിലേക്ക് പോകുന്നതും. കൊച്ചു കുട്ടികളെ ബന്ധുവായാലും അയൽപക്കത്തുള്ളവരായാലും, പിന്നെ എനിക്ക് ആ വാക്ക് പീഡിപ്പിക്കുക എന്നുള്ള വാക്ക് പറയാൻ ഭയങ്കര വിഷമമാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എത്ര സ്നേഹബന്ധമുള്ള ആളുകളായാലും നമ്മുടെ കുഞ്ഞുങ്ങളെ, ഇപ്പം മുമ്പ് നമ്മൾ പ്രായപൂർത്തിയായ കുട്ടികളെ ശ്രദ്ധിച്ചിരുന്നതും അവരെ ഓർത്താണ് നമുക്ക് വിഷമം ഉണ്ടായിരുന്നത്. ഇപ്പോഴതല്ല. 1 വയസ്സുള്ള കുഞ്ഞിനെ, 6 മാസമായ കുഞ്ഞിനെ ഒക്കെ അത് കൂടുതലും ബന്ധുക്കൾ തന്നെ ചെയ്യുന്നു. ആലോചിച്ച് നോക്കൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്നാ വെച്ചാൽ, നമ്മൾ അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ വളരെയധികം കരുതലോടെയും ശ്രദ്ധയോടും കൂടി വളർത്തണം. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഈ കുഞ്ഞു വീഡിയോ, ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ വിഭവങ്ങളും കൂടെ നിങ്ങളോട് കാണിക്കാം എന്ന് വിചാരിച്ചു. അതാണ് ഈ വീഡിയോ. എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ എത്ര യോജിക്കുന്നു? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. നമുക്കിന്ന് പറയാനുള്ള വിഷയങ്ങളൊക്കെ ഇതൊക്കെയാണ്. അല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള വേഷവിധാനമോ
പിന്നെ ഒക്കെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന നേരത്തെ ഇങ്ങനെയുള്ള സാമൂഹികമായ കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധ പതിപ്പിച്ച് അതിലേക്ക് നമ്മൾ ഊന്നൽ കൊടുക്കുക. നമ്മൾ ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക, അവരെ നന്നായി വളർത്തുക, കുട്ടികളെ സൂക്ഷിക്കുക. ഒരു കുട്ടിക്ക് പോലും ഒന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? ഏതായാലും നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായം, എൻ്റെ ഈ കുഞ്ഞഭിപ്രായം, എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഓരോ വീഡിയോയിലായിട്ടത് ഇടയ്ക്കൊക്കെ പറയും. അപ്പോൾ നിങ്ങളുടേതായ ഈ ടീച്ചർ എന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ അതിലെത്ര അത് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമായാലും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായമായാലും നിങ്ങൾക്കത് പറയാവുന്നതേ ഉള്ളൂ. പറയണമല്ലോ, അപ്പോഴല്ലേ നമ്മൾ അറിയുന്നു. പിന്നെ പണ്ട് സമൂഹത്തിനും ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പം വൈകിയാൽ അല്ലേ ഒരു മോശമായ സാഹചര്യത്തിൽ കണ്ടാൽ അയൽവക്കത്തുള്ളവരോ കുറച്ച് ദൂരെയുള്ളവരോ ഈ കുട്ടി അറിയുന്നതായാലും അറിയാത്തതായാലും അവരുടെ വീട്ടിൽ കൊണ്ട് വിടാൻ, അവരെ രക്ഷിക്കാൻ, അവരെ സംരക്ഷിക്കാനുള്ള കടമ സമൂഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ സമൂഹം സ്വാർത്ഥരാണ്, അവരവരുടെ കാര്യം മാത്രം നോക്കി നടക്കുകയാണ്. എനിക്കറിയാം, ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പം ക്ലാസ്സിൽ സ്പെഷ്യൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇത്തിരി വൈകിട്ടുണ്ടെങ്കിൽ അന്ന് നടന്നാണല്ലോ വരുന്നത്. വൈകിട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയുന്ന ആരെങ്കിലും നമ്മുടെ വീട്ടിൽ കൊണ്ട് നമ്മളെ വിടുമായിരുന്നു. അത്രയും നല്ലൊരു കാലത്താണ്, ആ കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ വളർന്നത്. ഇപ്പോഴേ ആലോചിക്കാൻ തന്നെ വയ്യ, ആലോചിച്ചിട്ട് കാര്യവുമില്ല. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഒരുപാട് സ്നേഹവും വാത്സല്യവും. നിങ്ങൾക്കൊക്കെ നന്മകൾ വരട്ടെ. നാളെ മേലും നമുക്ക് ഇങ്ങനത്തെ ഒന്നും കേൾക്കാതിരിക്കാൻ നമ്മുടെ കാതുകൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ, ഇങ്ങനത്തെ ഒന്നും കാണാതിരിക്കാൻ നമ്മുടെ കണ്ണുകൾക്ക് സായുജ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു. താങ്ക് യു സോ മച്ച്.